ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിനി മസാല ദോശയാണ് ചെയ്തെടുക്കുന്നത്. ഇത് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് 2 പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കണം. 2 പൊട്ടാറ്റോ പീസാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ പൊട്ടാറ്റോ ഒക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിൻ്റെ ശേഷം ഒന്ന് ഉടച്ചെടുക്കണം. സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ ഇതാ ഇതിവിടെ നിന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാന് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതാ ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാള ഒന്ന് റോസ്റ്റായി വരണം. ഇതാ സവാള ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും അതുപോലെ ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പൊട്ടാറ്റോ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പിനും താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയായിട്ട് നമുക്ക് കിട്ടണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മസാലയൊക്കെ ഈ ഒരു പൊട്ടാറ്റോയിലേക്ക് പിടിച്ചിട്ട് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഒരു പൊട്ടാറ്റോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു മസാലയും സവാളയൊക്കെ ഒരു പൊട്ടാറ്റോയിൽ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മസാലയാണിത്. ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള ദോശ ചുട്ടെടുക്കാം. ഈ ഒരു ദോശമാവിൻ്റെ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഒരു കുഞ്ഞി തവിയിൽ 3/4 തവി മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. മിനി ദോശയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഗീയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു മസാല, അതിലൊരു 1-2 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ട് അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. കാരണം ഒരു ചെറിയൊരു കുട്ടി മസാല ദോശയാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതിന് മസാലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മിനി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ദോശേൻ്റെ വലിപ്പം എത്രയാണെന്ന്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ദോശയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശകളും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം.
നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. കാരണം നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ലഞ്ച് ബോക്സ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതാ ദോശകളൊക്കെ ഇവിടെ നിന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഒരു മസാല ദോശയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മസാല ദോശയൊക്കെ ഇവിടെ നിന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി മക്കളുടെ ലഞ്ച് ബോക്സിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെറൈറ്റി ഐറ്റമൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് അവരുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതവർ തുറന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അവർക്ക്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയതിൻ്റെ ശേഷം അഭിപ്രായം അറിയിക്കുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.